ബാബുൽ വക്കാരി വസ്സക്കീന. വക്കാർ എന്ന് പറഞ്ഞാൽ ഗാംഭീര്യം, വസ്സക്കീനത്ത് ശാന്തത. അപ്പം അടക്കവും ഒതുക്കവും അതും, അതേപോലെ വക്കാർ ഒരു ഗാംഭീര്യം, നില വിടാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല നിലയുള്ള ആളാന്ന് പറയുമ്പോൾ ചില ആളുകൾ ഓലൊക്കെ നല്ലൊരു നിലയും വലിയുള്ള മനുഷ്യരാന്ന് പറയും. ചില ആളുകളോ ഓലിക്കൊക്കെ ഭയങ്കര നിലയാണ് പറയും. അത് അഹങ്കാരം എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്ന നിലയാണ്. അങ്ങനല്ല വേണ്ടത്. അഹങ്കാരമില്ലാതെ ഒതുങ്ങിക്കൂടിയിട്ട് കിട്ടേണ്ട ഒരു നിലയുണ്ട്. അത് അഹങ്കാരികൾക്ക് കിട്ടുന്നതിനേക്കാളും കിട്ടുന്ന വിലയേക്കാരം. അഹങ്കാരികൾക്ക് വില കിട്ടൂല. അഹങ്കാരികളുടെ വിചാരം വലിയൊരു കാറും വീടും ഒക്കെ ആയി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അഹങ്കാരം കൊണ്ട് വീട്ടിലേക്ക് ഇരുന്ന് ഏത് മനുഷ്യനും ഓരോ കാണുന്ന സമയത്ത് അവരുടെ അഹങ്കാരത്തോട് വെറുപ്പുണ്ടാക്കുക. അഹങ്കാരികൾക്ക് വരെ അഹങ്കാരികളോട് വെറുപ്പേക്കാരുണ്ടാവുക. അവരാരും തിരിഞ്ഞു നോക്കൂല. എന്നാൽ ഉള്ളതിൽ വിനയത്തോട് ഒതുങ്ങിക്കൂടി മാന്യത കാട്ടി അവരെയാണെങ്കിലോ ഒരാളുകൾ ഇങ്ങോട്ട് തേടി വരും. അത് പരിശുദ്ധ ഖുർആൻ സാക്ഷി. നോക്കാം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർള്. ഭൂമിയുടെ മേൽ നടക്കുന്ന അള്ളാഹുവിൻ്റെ റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ, ഹൗന, അതാണ് ഹൗനൻ. അപ്പം അവനെന്ന് പറഞ്ഞാൽ ശാന്തമായിട്ടും മാന്യതയോടുകൂടെയും ഷെറുണ്ടാക്കാതെ മറ്റുള്ള ആളുകളെക്കാൾ മേന്മ കാട്ടാതെ അഹങ്കാരികളാവാതെ നിസാരരായിട്ട് നടക്കുന്നവർ. വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന, വിഡ്ഢികൾ അവരോട് അഭിസംബോധനയ്ക്ക് വന്നാൽ ഖാലു സലാമ, ഓലെന്ത് ചെയ്യും? സലാം, സമാധാനം എന്ന് പറയും. അല്ലെങ്കിൽ സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ പിരിയും. അങ്ങനെ അവരോട് എന്താവില്ല, തർക്കിക്കാൻ നിൽക്കൂല. വിഡ്ഢികൾ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ വിഡ്ഢികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ വിചാരിച്ചു അറിവില്ലാത്തോലെന്ന്. അങ്ങനെയല്ല, അറിവില്ലാത്തോലിന് തർക്കിക്കാൻ വരും. അതന്നെ അഹങ്കാരികൾ, പിന്നെ നമ്മൾ വലിയ വലിയ സംഭവ എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെയാണ് എന്ത്? വിഡ്ഢികൾ. മറ്റുള്ള ആളുകളെ കളിയാക്കുന്ന ആളുകൾ, അതിലൊക്കെയാണ് അജ്ഞർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരാൾ പോണ സമയത്ത് ഒരു ഭിക്ഷക്കിരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ ഒരു ജാഹിലാണ്, അയാൾ ഇങ്ങനെ തർക്കിക്കാൻ വരുമൊന്നുമില്ല. തർക്കിക്കാൻ വരുന്നതായ കുറച്ച് ആളുകളുണ്ട്. ഇടില്ല, അഹങ്കാരികളൊക്കെയാണ് ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടാകുക. ജഹാലത്തിൻ്റെ ആളുകൾ, പണ്ഡിതന്മാരുടെ പോസ്റ്റിൽ കയറി അവർ പറഞ്ഞതിനെതിരെ പോയിട്ട് അവരുടെ അതിൻ്റെ നിലയും വിലയും മനസ്സിലാക്കാതെ ഒക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളേക്കാരം, ഭൗതിക വിദ്യാഭ്യാസക്കാരുണ്ട്, ഡോക്ടർമാരേക്കാരം, ചിലപ്പോൾ പോലീസുമാരേക്കാരം, എൻജിനീയർമാരേക്കാരം, അതൊക്കെ ഓരോ മേഖലയിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയേക്കാരം. പക്ഷെ ഓർക്ക് മതം എന്ത്, മതത്തിൻ്റെ സംസ്ഥാപിത ലക്ഷ്യം എന്ത് എന്ന് അറിയാത്ത, പണ്ഡിതന്മാരുടെ ദൗത്യം എന്ത് എന്ന് അറിയാത്തവരൊക്കെ എന്ത് ചെയ്യും? പണ്ഡിതന്മാരോടെ കയറിയിട്ട് അവിടുന്ന് കമൻ്റ് ഇട്ടും പറഞ്ഞിട്ടും 6-ാം നൂറ്റാണ്ടുകാരാക്കി ചിത്രീകരിക്കുമ്പോഴൊക്കെ സലാം, അവരോട് സലാം സലാം പറഞ്ഞിട്ട് പിന്മാറുക. അതാണ് അതിൻ്റെ മെസ്സേജ്. അല്ല, ജാഹിലുകൾ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തൊലി പണിക്കൊന്നുമില്ല. എന്തുകൊണ്ട് തർക്കിക്കണം? ആ ജഹാലത്ത് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ജഹാലത്താണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നടത്തമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ഇവരാണ് ഔലിയാക്കളുടെ ഗുണമായിട്ടാണ് ഇതൊക്കെ എന്ത് ചെയ്തത് പറഞ്ഞത്. അപ്പം അനാവശ്യ തർക്കത്തിന് ഔലിയാക്കളും നല്ല മനുഷ്യന്മാരും ഉണ്ടാവൂല. അവരെ നടത്തത്തിൽ അഹങ്കാരം ഉണ്ടാകൂല, വിനയം ഉണ്ടാകും, ശാന്തത അവരിലുണ്ടാകും. ഈ ശാന്തത എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾ പള്ളിയിലേക്ക് ചെന്ന സമയത്ത് പള്ളിയിൽ ഇക്കാമത്ത് കൊടുത്ത് തക്ബീർ കെട്ടിയിട്ടുണ്ട് ഇമാമ്, നമ്മൾ ഉളു കൊടുത്ത് കാല് കഴുകി ചെല്ലുക. അപ്പം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റുക്കോവിൻ്റെ മുമ്പായിട്ട് തന്നെ ഇമാമിനെ കിട്ടും. നടന്നു പോയി കഴിഞ്ഞാലോ ഇമാമ് റുക്കോയിൽ നിന്ന് തല പൊന്തിച്ച് സുജൂദുക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓടിപ്പോയിട്ട് പിന്നെ ഇമാമിനെ ഒന്നാറൊക്കെ തന്നെ പിടിക്കുക എന്നായിരിക്കും ഉത്തരം. എന്നാൽ അങ്ങനെയല്ല ഉത്തരം. അവിടെ എന്ത് വിടണ്ട? മാന്യത വിടണ്ട, ഓടണ്ട. പള്ളിയിൽ കൂടെ ഓടുക എന്നുള്ളതും
കുതിച്ച് കുതിച്ച് കതച്ച് ചെന്നിട്ട് തെക്ബീർ കെട്ടുക എന്നുള്ളതൊക്കെ നമ്മളെടുത്ത് നിൽക്കാൻ തെക്ബീർ കെട്ടാൻ പോണ നമ്മൾ ആദ്യമേ നിസ്കരിക്കുന്ന ആളുകൾക്ക് വരെ ആരാപ്പത് തോന്നുന്ന മാതിരി ഓടി വന്നിട്ട് ഇല്ല. അവിടെ ചെന്ന് മാന്യമായ രീതിയിൽ നടന്ന് ചെന്ന് തെക്ബീർ കെട്ടുക, അതാണ് ഇസ്ലാം ആവശ്യപ്പെടുക. അപ്പോൾ ഉറക്കത്ത് പോയി നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വന്നാൽ മതിയായിരുന്നു. അല്ല, വന്ന സ്ഥിതിക്ക് ഓടാല്ല, ഓടാൻ പറഞ്ഞിട്ടില്ല, മാന്യത വിട്ടില്ല കളി എന്ത് ചെയ്യണ്ട, അത് വേണ്ട. വിശുദ്ധ ഇസ്ലാം നോക്കൂ പറയണത് കണ്ടോ. നിസ്കാരത്തിൽ ഉറക്കത്ത് ആയിക്കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ ഓടണ്ട. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശാന്തമായിട്ട് ചെന്നിട്ട് എന്ത് ചെയ്യണം, നിസ്കരിക്കണം. അതാ നിസ്കാരത്തിനുള്ള ഗുണം കൂടെയാണ്. അപ്പം പിന്നെ ആ ഒരു ഭംഗിയും കൂടെ അള്ളാൻ്റെ മുന്നിക്കൊക്കെ ഓടി മണ്ടി ചെന്ന് തക്ബീർ എന്നൊക്കെ പറഞ്ഞാൽ وعن عائشة رضي الله عنها قالت ما رأيت رسول الله صلى الله عليه وسلم مستجمعا قط ضاحكا حتى ترى منه لهباته وإنما كان تبسم. മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല മക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, മുസ്തജ്മിഅൻ ഖത്തു ളാഹിക്കൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ട് അവിടുന്ന് വെളിവാക്കിയതായിട്ട്, ഹത്താ തുറാ മിൻഹു ലഹവാത്തുഹു, അവിടുത്തെ ലഹവാത്ത് കാണുന്ന, ലഹവാത്ത് എന്ന് പറഞ്ഞാൽ അണ്ണാക്കിൻ്റെ മേൽത്തട്ടിലുണ്ടാവുന്ന ഒരിറച്ചിയുണ്ട്, ആ ഒരിറച്ചികൾ കാണുന്നത് വരെ നബി തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അത്രക്ക് അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചിട്ടില്ല. അപ്പോൾ ചിരിയിലും അവിടുന്ന് മാന്യത പുലർത്തിയിരുന്നു, ശാന്തത സ്വീകരിച്ചിരുന്നു കണ്ടോ. അപ്പോൾ നബി തങ്ങളുടെ പുഞ്ചിരിയായിരുന്നു. അപ്പം ചില സമയത്ത് ഈ പൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ചിരിയിലുണ്ടാവുമല്ലോ ഒരു വെറും പിന്നെ സ്മൈൽ എന്ന് പറയുന്നതല്ല. നിബിധങ്ങൾക്ക് ലാഫിങ് ഉണ്ടാവും, പക്ഷെ അതെന്താവില്ല, ഒരു ഹൊറർ ലാഫിങ് ആയിട്ടുള്ള അട്ടഹസിക്കണ മാതിരി ആളുകളൊക്കെ ഇങ്ങോട്ട് ആക്കി മുഖത്തിൻ്റെ ഭാവങ്ങളും രീതികളൊക്കെ മാറി. ഇനി ഒരാൾ കളിയാക്കുകയാണെങ്കിൽ ആ കളിയാക്കപ്പെടുന്ന ആളിൻ്റെ അത്രയും വികാരം പുറത്ത് ചാടുന്ന മാതിരി, സദസ്സിനെ വഷളാക്കുന്ന മാതിരിയല്ല പുടുത്തം പുട്ട ബോറ് ചിരി അവിടുന്ന് ചിരിക്കൂല. നമ്മൾ കാണുന്ന വീഡിയോകൾ BGM കൊടുക്കുന്ന ആ ചിരികളൊക്കെ കാണുന്ന സമയത്ത് എന്താ ഒന്നാമത് അത് ആ പറയുന്ന ആളുടെ ഒരു മാന്യതയുടെ കുറവായിട്ട് അതിനെ ചിത്രീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരി പുഞ്ചിരിയായിരുന്നു. അണ്ണാക്കിൻ്റെ മേൽഭാഗത്ത് ഇറച്ചി കാണുന്ന തരത്തിലുള്ള വിശാലമായ പൊട്ടിച്ചിരികളൊന്നും നബി തങ്ങൾ നടത്തിയിരുന്നില്ല. അപ്പം അത് ഈ ബാബിൽ തന്നെ ഇമാം നബവി കൊണ്ടുവന്നപ്പോൾ മനസ്സിലായി, പൊട്ടിച്ചിരി മാന്യതക്ക് എതിരാണ് എന്ന് മനസ്സിലായി. അതൊക്കെ നല്ല മനസ്സിനൊക്കെ നല്ല കൺട്രോളൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുള്ളൂ, അത് കഴിയുള്ളൂ. പൊട്ടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ള വേറെ സ്ഥലത്ത് കാണാൻ പറ്റും. പിന്നെ ഓവർ ചിരിക്കരുത്. ഫഇന്ന കസറത്തുൽ തുമീത്തുൽ ഖൽബ, ഈ ഓവർ പൊട്ടിച്ചിരി അത് ഹൃദയത്തെ എന്താക്കും, മരിപ്പിക്കുന്ന. ഹൃദയം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തക്ബീർ ഖിലാസൊക്കെ ഒന്നും ഉണ്ടാവില്ല. നമസ്കാരത്തിലൊക്കെ കയറി തക്ബീറൊക്കെ ഇങ്ങനെ കെട്ടണ്, മരണം കാണണ്, പിന്നെ ഓരോന്നും ലോകത്ത് പലതും കാണണ്, അതൊന്നും എന്ത് ഉൾക്കൊള്ളാൻ കഴിയില്ല, പാഠം ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പം മരിച്ച ഹൃദയമായി നടക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. എങ്ങനെ അല്ല, ജീവനുള്ള ഹൃദയം ആയിക്കൊണ്ട് കുറേ ഉറങ്ങിക്കഴിഞ്ഞാൽ ഹൃദയത്തിന് മരണം സംഭവിക്കും. ധാരാളം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന് മരണം സംഭവിക്കും. തൗബ ചെയ്യാത്ത ധാരാളം തെറ്റുകളുണ്ടെങ്കിൽ, ഹറാമ് കുറേ കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും, ഹൃദയത്തിന് അങ്ങനെ എന്തു ചെയ്യും, കോട്ടം വരും. അപ്പോൾ ഹൃദയം അവിടെ ഉണ്ടാകും, പക്ഷേ അതിന് ആത്മീയമായ ഊർജമില്ലാത്ത ഒരു ഹൃദയമായി മാറും. അപ്പം അതിന് ചിരിക്ക് ഒരു പങ്കുണ്ട് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ സാവകാശം പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടല്ല, നിസ്കാരത്ത് ഓടിപ്പോയി കഴിഞ്ഞാൽ റക്കായത്ത് കിട്ടും, എന്നിട്ടും ഓടിപ്പോകാൻ പറ്റൂലേ എന്ന പുസ്തകം പറയണേന്ന് പറഞ്ഞ് തോന്നുന്നതിൻ്റെ ബാബൻ്റെ ചാപ്റ്ററിനെ പിടിച്ചോളി. ബാബു നദിബി ഇലാ ഇത്യാനി സ്വലാത്തി വൽ ഇൽമി വനഹ്വിഹിമ മിനൽ ഇബാദാത്തി ബിസ്സക്കീന വൽ വഖാരി. ബാബു നദിബി ഇല ഇത്യാനി സ്വലാത്തി വൽ ഇൽമി വനഹ്വിഹ, നിസ്കാരം, അറിവിൻ്റെ മജ്ലിസ്,
അത് രണ്ടും പോലോത്ത ദിക്റിൻ്റെ ഒക്കെ മജ്ലിസ്, നല്ല ഒരു മജ്ലിസ്, നിക്കാഹിൻ്റെ മജ്ലിസ് എന്നൊക്കെ വെച്ചോളി. മിനൽ ഇബാദാത്തി, ആരാധനകളുള്ള അത്തരം മജ്ലിസുകളിലേക്ക് എങ്ങനെ പോകൽ സുന്നത്താന്ന് പറയുന്നു? ബിസ്സക്കീന, ശാന്തമായിട്ട് പോകണം. ഓടിച്ചാടി മണ്ടി ഒച്ച ഉണ്ടാക്കി ശ്വാസമൊക്കെ വിട്ട് പ്രശ്നമാക്കിയിട്ട് പോരുത്. ചെരുപ്പൊക്കെ അയച്ചു വെച്ചപ്പോഴേക്കിനും അടുത്ത മുറ്റത്തേക്ക് എത്തിക്കണ്. പിന്നെ ഇറങ്ങി വന്നിട്ടാണ് ചെരുപ്പ് എപ്പോഴാണ് ഊരിയെ നോക്കുന്നത്. വൽ വക്കാരി, ഗാംഭീര്യത്തോടെയും ശാന്തതയോടുകൂടെയും നിസ്കാരം, ഇൽമ് പോലോത്തതിലേക്ക് ചെല്ലണമെന്ന് പറയുന്നത് സുന്നത്താണ്. സുന്നത്തിനെതിരാവുന്നേ ഉള്ളൂ. അങ്ങനെ പോയിച്ചിട്ട് അടുത്ത ഹറാം വരുമൊന്നുമില്ല. സുന്നത്തിനെതിരായി എന്നുള്ള ആ ഒരു മോശം, അത് വലിയൊരു മോശം തന്നെയാണല്ലോ. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വമൻ യുഅള്ളിം, വല്ലവനും ബഹുമാനിച്ചാൽ, ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ഷിആറുകളെ, അള്ളാഹുവിൻ്റെ ഷിആറുകളുണ്ട്, പള്ളി, തഅല്ലിമികള്, ആലിമീങ്ങള്, ദിക്റുകള്, അതുമായി ബന്ധപ്പെട്ടുള്ള അടയാളങ്ങളെല്ലാം ഷിആറുള്ളയാണ്. ഇൽമിൻ്റെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഷിആറുകളാണ്. ആ ഷിആറുകളെ വല്ലവനും ആദരിച്ചു കൊണ്ടിരുന്നാൽ അത് മഖബൂലാണ്. കാരണം എന്താ? ഫഇന്നഹ, അത് ബഹുമാനിക്കണമെന്ന് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയങ്ങളിൽ തഖ്വയുണ്ടെങ്കിൽ മാത്രമേ ആ പ്രകാരം വരികയുള്ളൂ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തഖ്വ പുറപ്പെടുന്നുണ്ട്, അത് അതിൻ്റെ അടയാളമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വിഷയമാണ്. തഖ്വ ഹൃദയത്തിലാകുന്ന നബി തങ്ങൾ വേറെ സ്ഥലത്ത് തഖ്വ ഹാവുന എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം എന്താ, ഹൃദയത്തിലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലേക്കും കണക്ഷൻ പോകുന്നത് ഹൃദയത്തിൽ നിന്നാണ് അല്ലേ? ഹൃദയമാണ് രക്തം പമ്പ് ചെയ്യുന്നതെന്ന് അറിയാലോ. ഹൃദയത്തിൻ്റെ തീരുമാനമാണ് വരിക. കൈകാലുകളും ഉള്ള തഖ്വ ഹൃദയത്തിലില്ലാതെ ഇപ്പോൾ ഒരു ആൾ വരുന്നുണ്ട്, അപ്പോൾ ഓവർ അതബ് ഉണ്ടാവും ചില കുട്ടികൾക്കൊക്കെ. നമുക്കൊക്കെ അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ട്. റെക്കോർഡിലൊന്നുമില്ല. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അവിടുന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇദാ ഉഖീമത്തിസ് സ്വലാത്തു, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ, ഫലാ തഅതൂഹ, നിങ്ങൾ ആ നിസ്കാരത്തിലേക്ക് പോകരുതേ, വഅൻതും തസ്ഔൻ, നിങ്ങൾ ഉളരി ഓടിയിട്ട് പോകരുത്, വഅതൂഹ, നിങ്ങൾ പോയിക്കോളൂ, വഅൻതും തംശൂൻ, നടന്ന നിലക്ക് നിങ്ങൾ പോയിക്കോളൂ. ഏതവസ്ഥയിൽ? വഅലൈക്കും അസ്സകീന, നിങ്ങൾക്ക് ശാന്തി നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. അപ്പം ശാന്തമായിട്ട് മാന്യമായിട്ട് പോകണം. അപ്പോൾ നിസ്കാരത്തിൽ നിന്ന് കുറച്ച് ഭാഗം മിസ്സായി കഴിഞ്ഞാലോ, റക്അത്തുകളുടെ എണ്ണം ഇമാമിനോട് കൂടെ കിട്ടാതിരുന്നാലോ, അത് വിഷയമില്ല. എന്നാലും മാന്യത കൈവിടരുത്. പണം പോയി പവർ വരട്ടെ എന്ന് പറഞ്ഞ മാതിരിയുള്ള ആ പവറിന് കോട്ടം പറ്റരുത്. ഫമാ അദ്റക്തും, നിസ്കാരത്തിന് എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് അത് ഫസ്വല്ലു, നിങ്ങൾ നിസ്കരിച്ചോളി. വമാ ഫാത്തക്കും, നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ഫാത്തിമു, അത് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇമാമിൻ്റെ സലാം വീട്ടിന് ശേഷം നിങ്ങൾ പിന്നെന്ത് ചെയ്തോളൂ, പൂർത്തിയായിക്കോളൂ എന്ന് അതിഗൗരവമുള്ള പ്രാധാന്യമുള്ള നിസ്കാരത്തിൽ വരെ മാന്യത കൈവിടാത്ത സമീപനമാണ് സത്യവിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി മുസ്ലിമിൻ്റെ വേറെ വിഭാഗത്തിലുണ്ട്, നിങ്ങളെന്തോ ഓടിപ്പോയിട്ട് നിസ്കാരത്തിൽ അത്ര എണ്ണം തികക്കണം എന്നില്ല എന്ന് പറഞ്ഞ്. കാരണം ഫൈൻ അഹദക്കും ഇതാക്കാൻ അമിദുല സ്വല, നിസ്കാരം ഉദ്ദേശിക്കുന്ന സമയത്തെല്ലാം ഫഹുവ ഫി സ്വലാത്തിൻ, അവന് നിസ്കാരത്തിലാണ്. അപ്പം നിങ്ങൾ നിസ്കാരം ഉദ്ദേശിച്ചുള്ള ഓടിയാലും നിങ്ങൾ നിസ്കാരത്തിലാണ്, നിസ്കാരത്തിലേക്ക് നടന്നു പോയാലും നിങ്ങൾ എന്തെന്നെയാണ്, നിസ്കാരത്തിലായ കൂലി എന്ത് ചെയ്യും, കിട്ടും. നടക്കയത്തിൻ്റെ എണ്ണല്ലേ, അത് പിന്നെ ആദ്യം നോക്കണ്ടീനു. അപ്പം നടന്നു പോകുമ്പോഴും എന്തെന്നെയാണ്, ആ നിസ്കാരത്തിലാണ്, അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന്. ഇമാം നബവി പറയാ, സക്കീനത്ത് പറഞ്ഞാൽ അത്തഅന്നി ഫിൽ ഹറക്കാത്ത്, ചലനങ്ങളിൽ ഒരു സാവകാശം, ഒരു ധൃതി ഇല്ലായിരിക്കുക. വജിത്തനാബുൽ അബസ്, ഒരു വെറും
വെറുതെ ആവലിന് ഒഴിവാക്കുക. ആവശ്യമില്ലാത്തത് നടത്തത്തിലാക്കണ്ട. ഇപ്പൊ നടന്നു പോണ സമയത്ത് പിന്നെ ഊര കുലുക്കേണ്ട ആവശ്യമല്ലോ. ഊര ഇളക്കാത്ത മനുഷ്യനങ്ങ് നടന്നു പോയിക്കൂടെ? അത് നമ്മൾ പറയില്ലേ, ചില ലേഡീസ് ഒക്കെ നടന്നു പോണ സമയത്ത് ഊര കുലുക്കിയും കൊണ്ടാണ് നടന്നു പോണത് എന്ന്. അത് അങ്ങനെ മഷൂറായ ചില ആളുകൾ ഉണ്ടാകും, മഷൂറത്തുകളായ ചില ആളുകളുണ്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നടക്കുമ്പോൾ എന്തിനാ പിന്നെ ഊര കുലുക്കണ്? കൈ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൈ അനക്കിയാൽ മതി, അല്ലെങ്കിൽ കൈ സ്വാഭാവികമായ ചലനം മതി. അപ്പോൾ കയ്യിലും കാലിലും അവയവത്തിലും ഒക്കെ അനാവശ്യങ്ങളായ ചലനങ്ങൾ ഒഴിവാക്കിയിട്ട് സാവകാശമുള്ള ചലനമാണ് വക്കാർ കൊണ്ട് സക്കീന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വൽ വക്കാറു ഫിൽ ഹൈഅത്തുള്ള വക്കാർ ഗള്ളിൽ ബസർ, കണ്ണ് ചിമ്പ മീൻസ് അനാവശ്യങ്ങളിലേക്ക് കണ്ണു പോകാതെ. വഹഫ്ലി സൗത്തി, ശബ്ദം കുറക്കുക. എന്തെങ്കിലും പറയണ്ടെങ്കിലും ചോദിക്കണ്ടെങ്കിലൊക്കെ ശബ്ദം കുറച്ച്. ചിലപ്പോൾ ചില ആളുകളൊക്കെ ഒരു സദസ്സിലൊരു സമ്മേളനത്തിനൊക്കെ കണ്ടുമുട്ടേക്കാരം. അപ്പോൾ കുറേ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇയാളുടെ ഏതെങ്കിലും ചങ്ക് ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഹലോ എവിടെ എന്നൊക്കെ ചോദിച്ചുമ്പോൾ അവിടെ അവരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇയാളെ നോക്കി നോക്കി പോവുകയാണ്. അപ്പോൾ ഒരു 20 ആളുണ്ടെങ്കിൽ അതിലൊരു 10 ആളെ ശ്രദ്ധ ഇനിയിപ്പോൾ അനാവശ്യമായിട്ട് ഒരാവശ്യമില്ലാതെ ആ 10 ആളെ ശ്രദ്ധ എന്ത് ചെയ്തു അങ്ങനെ ഇതാക്കി. പിന്നെ ഓൽക്കത് നമ്മൾ ഇത്ര ദൂരം കണ്ടതാണ്, അപ്പം ഇനി ഓൽക്കൊരു കെട്ടിപ്പൊടി അടി മതാക്കലും ഇതാക്കലൊക്കെ അതിലൊക്കെ മോശമാണ്. ഞാനൊക്കെ ചിലപ്പോൾ എൻ്റെ ആളായിക്കാരം. പക്ഷെ അതൊക്കെ ശാന്തതക്കും ഗാംഭീര്യത്തിനൊക്കെ എതിരാണ്. അപ്പം എത്ര പിന്നെ വർഷം കഴിഞ്ഞിട്ട് കാണുന്ന ആളാണെങ്കിലും മാന്യമായി പോയി കൈപിടിച്ച് അതിന് മോനക്കത്താണെങ്കിൽ മോനക്കത്തൊക്കെ ചെയ്ത് ആവശ്യത്തിനൊക്കെ പുഞ്ചിരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മളൊക്കെ അങ്ങോട്ട് പറഞ്ഞ തടി ഒന്നെങ്കിൽ തടിയൊക്കെ തടി അടിച്ച് ഇങ്ങനെ ആയല്ലോ പറയും, തടിയൊക്കെ പോയി അങ്ങനെ ആയല്ലോ പറയും. അപ്പം ആ സമയത്ത് പിന്നെ ഒരു രസിപ്പിക്കണ ഒരു വർത്തമാനം പറയാൻ പെട്ടെന്ന് കഴിയില്ല. ആവേശം കൂടിക്കഴിഞ്ഞാൽ മുസാനബി അള്ളാഹിനെ കണ്ട ആവേശം കൂടിയ സമയത്ത് വടി എന്താ ചോദിച്ച സമയത്ത് കുറേ അങ്ങോട്ട് വടിനെ കുറിച്ചാണ്ട് പറഞ്ഞ മാതിരി കൂട്ടുകാരെ കാണുമ്പോൾ അപരിചിതരായ അപ്രതീക്ഷിതമായിട്ട് ആളുകൾ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, പിന്നെ കൃത്യമായതൊക്കെ പറയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഓരോ തടിനെ കുറിച്ചോ അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു. അപ്പം അതൊന്നും യോജിച്ചതല്ല, ഒരു സത്യവിശ്വാസിക്കാരനും യോജിച്ചതല്ല. അവിടെയൊക്കെ മാന്യ സമീപനം നടത്തണം. പിന്നെ വാദമുൽ ഇൽത്തിഫാത്ത്, തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ ശബ്ദം കുറച്ച് കണ്ണു ചിമ്പി ആവശ്യമില്ലാത്ത ചലനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാവകാശം നടക്കുക. ഇങ്ങനെയാണ് നിസ്കാരത്തിലേക്കും പോകേണ്ടത്. ഒരു സത്യവിശ്വാസിയുടെ എല്ലാ സമയത്തുമുള്ള ജീവിതവും അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. ഓക്കെ. അന്നഹു ദഫഅ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ അറഫത്ത, മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ പുറപ്പെട്ടു, ഒരിക്കൽ അങ്ങനെ പോയി. ഇപ്പം സമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറാഅഹു സജിറൻ ഷദീദൻ, നബി തങ്ങളുടെ പുറകിലരികിൽ ഒരു ശക്തമായ വിരട്ടൽ, സജിർ എന്ന വിരട്ടൽ, വലർബൻ അടി, സൗത്തല്ലിബിലി ഒരു ഒച്ചയൊക്കെ ഇട്ട്. ഇപ്പോൾ ഒട്ടകത്തെ അടിച്ചിനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇതിലൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ എങ്ങനെയാണ് ഒട്ടകത്തിനെയും പോത്തിനെയും ആടിനെയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉമ്മാരൊക്കെ സ്ത്രീകൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയും, കോഴി എങ്ങാനും അവിടെ തുടച്ച ഭാഗത്ത് കൂടെ കണ്ട് കോഴി വരികയാണെങ്കിൽ കോഴിൻ്റെ 8 തലമുറ കേൾക്കണ മാതിരിയുണ്ട് പെണ്ണുങ്ങൾക്കൊരു കോഴിനോടൊരു ഒച്ചടൽ എന്ന പോലെ ആ ഒരു ഒച്ചടൽ. വഷാറബി സൗത്തിഹി, അഭിനവിധങ്ങൾ ആ ഒട്ടകത്ത് ഒച്ചട്ട് അടിച്ച ആ ടീമിനോട് ചാട്ടവാറ കൊണ്ട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ട് പറഞ്ഞ്, അയ്യുഹന്നാസ് ജനങ്ങളെ, അലൈക്കും ബിസക്കീന, ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഫൈനൽ ബിർറ ലൈസ ബിൽ ഇളാഇ, ഈ നന്മ എന്ന് പറഞ്ഞാൽ അതെന്തല്ല, അത് ഉളരിച്ചിട്ടല്ല. നന്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഉളരിക്കലല്ല. അപ്പോൾ അതായത് നന്മ ഇങ്ങനത്തെ ഈ വേജാറ് കാട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ പല നിലക്കും നന്മകൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്ന് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തത്, പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരാൾ ഒച്ചിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളിലെ
രക്തത്തിൻ്റെ പിന്നെ ചലനം കൂടും, പ്രഷർ കൂടും, ദേഷ്യം അധികരിക്കും. പിന്നെ തൊള്ളേന്ന് വരുന്നത് എന്താണെന്നുള്ളത് തീരുമാനമെടുക്കാൻ പെട്ടെന്ന് പറ്റൂല. അപ്പോൾ അതിനൊരു കേട് പറ്റും. അപ്പോൾ ഒച്ച കൂടും, സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒച്ച കൂടും. അപ്പോൾ അത് ഒരു ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, ഗുരുവേ, എന്താണ് ദേഷ്യം വരുമ്പോൾ ഒച്ചത്തിൽ സംസാരിക്കുന്നത്, സ്നേഹം വരുമ്പോൾ മെല്ലെ സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞ മറുപടി അതല്ല, മറ്റുള്ള മറുപടി. ഗുരു പറഞ്ഞു, അടുത്തിരിക്കുന്ന രണ്ടാളുകൾ അവർ ഒരാൾ മറ്റൊരാളോട് അല്ലെങ്കിൽ പരസ്പരമോ അവർ ദേഷ്യം വെക്കുന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങൾ പരസ്പരം അകന്നുപോയി. തന്മൂലം അവർ വിചാരിക്കുകയാണ് അവരുടെ കാതും അകന്നു പോയിട്ടുണ്ട്. അപ്പോൾ ദൂരെയായവർ ശാരീരികമായിട്ട് അടുത്താണെങ്കിലും മാനസികമായിട്ട് അവർ വിദൂരതയിലെത്തി. അപ്പോൾ ഇവിടെ ഉള്ള ആൾ ഒച്ചത്തിൽ പറയാം, എന്താടാ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നിട്ട് ഒച്ചത്തിൽ പറയാണ്. ഹൃദയം അകന്നപ്പോൾ ശരീരം അകന്നപ്പോൾ ദൂരെയായി. എന്നാൽ ഇഷ്ടം വരുമ്പോഴോ, സ്നേഹം വരുന്ന സമയത്തോ, സ്നേഹം വരുന്ന സമയത്ത് എത്ര ദൂരെയാണെങ്കിലും അത് ഹൃദയം അടുത്തുള്ളതുപോലെ തോന്നിയിട്ട് കവിതാക്കളുടെയൊക്കെ ഫോൺ സംഭാഷണങ്ങളിൽ ആ സാവകാശവും ആ നൈർമല്യമായ ഭാഷാപ്രയോഗങ്ങളുമൊക്കെ അത്തരത്തിലെത്തിക്കുന്ന എന്താ, അവർ കാതങ്ങൾക്കും ദിക്കുകൾക്കും അപ്പുറമാണെങ്കിലും സ്നേഹം അതിൽ പ്രകടമായ സമയത്ത് ഹൃദയം കൊണ്ട് അടുത്തപ്പോൾ ശരീരം കൊണ്ട് അടുത്ത മാതിരിയായി. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് അവർ സംസാരിച്ചാലും കേൾക്കുമെന്ന രീതിയിലെത്തി. അപ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ ഹൃദയം അകലുന്നു, സ്നേഹിക്കുമ്പോൾ ഹൃദയം അടുക്കുന്നു, അപ്പോൾ മെല്ലെ സംസാരിക്കുന്നു എന്ന് ഗുരു കൊടുത്ത മറുപടി അത് കൃത്യമായൊരു മറുപടിയാണ്.